ദ്രൂസ് സമൂഹം ആക്രമിക്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഇസ്രായേൽ സിറിയയിൽ സൈനിക നടപടി കൈക്കൊണ്ടത് കഴിഞ്ഞ ദിവസമാണ്. സിറിയയിലെ സുവൈദ എന്ന ദ്രൂസ് ഭൂരിപക്ഷ നഗരത്തിൽ സിറിയൻ സൈന്യവും മറ്റു തീവ്രവാദി പ്രസ്ഥാനങ്ങളുടെ സായുധ സേനകളുമാണ് നരനായിട്ട് നടത്തിയത്. നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. തങ്ങളുടെ ഉറ്റവരെ രക്ഷിക്കുന്നതിനായി ഇസ്രായേലിൽ താമസിക്കുന്ന ദ്രൂസ് സമൂഹം വലിയ തോതിൽ ഇസ്രായേൽ സിറിയ അതിർത്തിയിലെത്തുകയും കൂട്ടത്തോടെ അതിർത്തി കടന്ന് സിറിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് ശരിക്കും ഇസ്രായേൽ ഗവൺമെന്റിനെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ പ്രേരിപ്പിച്ചത്. ശേഷം ഡമാസ്കസിലെ സിറിയൻ സൈനിക ആസ്ഥാനവും പ്രസിഡന്റിന്റെ വസതിയും ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ദ്രൂസ് സമൂഹം തങ്ങളുടെ സഹോദരങ്ങളാണെന്നും അവരെ ആക്രമിച്ചാൽ അതിന് ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ജിഹാദികളുടെ ഭീഷണികൾക്ക് മുന്നിൽ നിന്നും പിറകോട്ട് മാറില്ലെന്നും ദ്രൂസ് സമൂഹം അപകടത്തിൽ ജീവിക്കാൻ തങ്ങൾ സമ്മതിക്കില്ല എന്നും ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും അഭിപ്രായം പങ്കുവച്ചു. അതേസമയം സിറിയയിലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് തങ്ങൾ പിന്തുണ നൽകിയില്ലെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഇസ്രായേലിനും സിറിയയ്ക്കുമിടയിൽ നിലവിലുള്ള സംഘർഷ പരിസ്ഥിതിക്ക് പരിഹാരം കണ്ടെത്താനായി രണ്ട് രാജ്യങ്ങളുമായി ഉന്നതതല ചർച്ചകൾ യുഎസ് ആരംഭിച്ചിട്ടുണ്ടെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി.